തിരുവനന്തപുരം മംഗലപുരം സുധീഷ് കൊലപാതക കേസിൽ 11 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. 1 ലക്ഷം രൂപ വീതം പിഴയും നെടുമങ്ങാട് SC/ST കോടതി വിധിച്ചു. 2021 ഡിസംബർ 11-നാണ് മംഗലപുരം സ്വദേശിയായ സുധീഷിന്റെ വലതുകാൽ ഗുണ്ടാസംഘം വെട്ടിയെടുത്തത്. രക്തം വാർന്നാണ് സുധീഷ് മരിച്ചത്. സുധീഷിന്റെ കാൽ വലിച്ചെറിയുന്ന CCTV ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത്. ഇതിലെ പ്രതികളായിട്ടുള്ള പല ആളുകളും നിരവധിയായിട്ടുള്ള കേസുകളിൽ പെട്ട് വിചാരണ നടക്കുമ്പോൾ സാക്ഷികളെ സ്വാധീനിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രമുള്ളവരാണ്. അവർക്ക് ആ ചരിത്രം തിരുത്തി എഴുതുന്ന ഒരു വിധിയാണ് ഇന്നുണ്ടായത്. ഇവനെയൊക്കെ 11 പേരെയും ജയിലിൽ തൂക്കിക്കൊല്ലണം. എൻ്റെ മനസ്സ് തുടിക്കും കണക്ക് അവൻ്റെയൊക്കെ അമ്മേരെയും അച്ഛൻ്റെയും അനിയത്തിമാരെയും ഹൃദയം ഇതേപോലെ നീറണം എന്നാണ് ഞാൻ പറയണത്. എനിക്ക് വിഷമമുണ്ട് എൻ്റെ മോനെ കുറിച്ച്. എൻ്റെ മോൻ എൻ്റെ ഭർത്താവ് എൻ്റെ മൂത്ത മൈ സുധീഷ് മരിക്കുന്ന സമയത്ത് 13 വയസ്സായിരുന്നു. ഈ 13 വയസ്സ് ഞാൻ ചാണാൻ ചേർന്നാണ് എൻ്റെ 3 മക്കളെ ഞാൻ വളർത്തിയത്. എനിക്ക് പറയാൻ പറ്റും. എൻ്റെ മോനെ കുറിച്ച് എനിക്ക് പറയാൻ എൻ്റെ മോനെ കുറിച്ച് എനിക്ക് പറയാൻ സാജിദ് അജ്മൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. സാജിദ്, ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായിരുന്നു 2021 ഡിസംബർ 11-ന് തിരുവനന്തപുരത്ത് നടന്നത്. ഇപ്പോൾ കേസിൽ വിധി വന്നിരിക്കുന്നു. എങ്ങനെയാണ് ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ? അമൃത, പട്ടാപ്പകൽ ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി വലതുകാൽ മുറിച്ചു മാറ്റി ആ വലതുകാലുമായി ആർപ്പ് വിളികളോടുകൂടി ആ ആഘോഷം നടത്തി തൊട്ടടുത്ത ജംഗ്ഷനിൽ അത് വലിച്ചെറിഞ്ഞ് പോയി എന്നുള്ളത് വളരെ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. ഇതിലാണ് ഇപ്പോൾ നെടുമങ്ങാട് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചത്. കൊലപാതകം എല്ലാ പ്രതികളിലും കൊലപാതക കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 1 മുതൽ 6 വരെ പ്രതികൾ ആയുധം ഉപയോഗിച്ചതിന്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ഈ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ കൂടി ചേർത്തിരുന്നു. ഇതെല്ലാം പരിഗണിച്ചാണ് ജീവപര്യന്തം ശിക്ഷയും എല്ലാ പ്രതികളും ഓരോ ലക്ഷം രൂപ പിഴ അടക്കാനും വിധിച്ചിട്ടുള്ളത്. ഈ പിഴത്തുക ഈ മരിച്ച സുധീഷിന്റെ അമ്മയ്ക്ക് നൽകാനാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ സുധീഷിന്റെ അമ്മയും ഈ വിധി കേൾക്കാനായി ഉണ്ടായിരുന്നു. അവർ വളരെ വൈകാരികമായാണ് ഈ വിധിയോട് പ്രതികരിച്ചത്. വധശിക്ഷ നൽകണമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തു. എന്തായാലും വലിയ ഒരു ഗുണ്ടാ സംഘമാണ് ഒട്ടകം രാജേഷ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധ ഗുണ്ടയും കൂട്ടാളികളുമാണ് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടത്. ഒട്ടകം രാജേഷിന് മാത്രം 2 വധക്കേസ്, ഈ വധക്കേസ് കൂടാതെ മറ്റ് 2 ഈ വധക്കേസിലെ വിചാരണ നേരിടുന്ന വ്യക്തിയാണ്. 18 കേസിലെ പ്രതിയാണ്. അത്രയും വലിയ ഗുണ്ടാ നേതാവും ഗുണ്ടാ സംഘവുമായിരുന്നു ഈ കേസിലെ പ്രതികളായി ഉണ്ടായിരുന്നത്. അതോടൊപ്പം ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഈ ഒട്ടകം രാജേഷിനെ പിടിക്കാൻ പോകുന്നതിനിടയ്ക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ബാലു എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരുപാട് ഈ ചരിത്രമുള്ള ഒരു കേസാണ്. അതിനാണ് ഇന്ന് ഇപ്പോൾ എല്ലാ പ്രതികളെയും ശിക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഈ ഗുണ്ടാ സംഘമാണ് ഈ പൂർണ്ണമായും ഈ കേസിലെ എല്ലാ പ്രതികളും. ഇന്ന് ഈ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇവരുടെ കൂട്ടാളികളായ വലിയൊരു സംഘം കോടതിക്ക് സമീപത്തെത്തുകയും പിന്നീട് പോലീസ് ഇവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയുമാണ് ചെയ്തത്. ഈ വാഹനത്തിൽ, ജയിലിൽ നിന്ന് വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് തങ്ങളുടെ കൂട്ടാളികൾ അവിടെ വരുമെന്നും അവിടെ അക്രമം നടത്തുമെന്ന് പോലീസിനെ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഈ ഒട്ടകം രാജേഷും 1-ാം പ്രതിയായ സുധീഷും ഉൾപ്പെടെ ഉള്ള കൊടും ക്രിമിനലുകളായ ആളുകൾക്കാണ് കോടതി ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്.